മോത്തി നമസ്കാരം. മോത്തിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കുമെല്ലാം ഡൽഹിയിൽ നിന്ന് ഒരു നല്ല സ്വാതന്ത്ര്യദിന ആശംസകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് ഡൽഹിയിൽ ഔപചാരികമായ തുടക്കം ആരംഭിക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേരുന്നതായിരിക്കും. ചെങ്കോട്ടയിൽ എത്തുന്ന പ്രധാനമന്ത്രിയെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത്, അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ എന്നിവർ ചേർന്ന് സ്വീകരിക്കും. അതിനുശേഷം പ്രധാനമന്ത്രി ഈ 3 സേനാ വിഭാഗങ്ങളുടെയും ഡൽഹി പോലീസിൻ്റെയും ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും അതിനുശേഷം ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. തുടർച്ചയായി 11ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഇത്തവണത്തെ ഈ സ്വാതന്ത്ര്യ ദിന ടീം എന്ന് പറയുന്നത് 2047 വികസിത ഭാരതം എന്നതാണ് ഈ ടീം. ആ ടീമിൽ അല്ലെങ്കിൽ ആ സന്ദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തവണ വലിയ പ്രത്യേകതകൾ ഈ ചടങ്ങിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ഓളം പേരെയാണ് പ്രത്യേക ക്ഷണിതാക്കളായി ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതായത് വിദ്യാർത്ഥികൾ, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ എന്നിവയുടെ ഗുണഭോക്താക്കൾ, അങ്ങനെ അതിലൊക്കെ ഉള്ള ഗുണഭോക്താക്കളായിട്ടുള്ള 6000-ഓളം പേര് ഈ പ്രത്യേക ക്ഷണിതാക്കളായി ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 30 പേരാണ് ഈ ചടങ്ങിലേക്ക്, ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ചടങ്ങിൽ ശേഷം പ്രധാനമന്ത്രി NCC വിദ്യാർത്ഥികളുമായി സംവദിക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പ്രൗഢഗംഭീരമായ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾക്ക് ചെങ്കോട്ട ഒരുങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തുന്നതോടുകൂടി ഈ ചടങ്ങുകൾക്ക് ഔപചാരികമായ തുടക്കം ആരംഭിക്കുന്നതായിരിക്കും. ഈ സ്വാതന്ത്ര്യദിന ചടങ്ങുകളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലും ഉത്തരേന്ത്യയിലുമൊക്കെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ ജമ്മു കാശ്മീരിലെ ദോദയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെങ്കോട്ടയ്ക്ക് ചുറ്റും കനത്ത സുരക്ഷാ വിന്യാസങ്ങളുമൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് തൊട്ടും മുമ്പ് ചെറിയ ചാറ്റൽ മഴ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ ആ മഴ ഈ ചടങ്ങ് ആരംഭിക്കുമ്പോൾ മാറുമെന്നാണ് ഈ പൊതുവെ കരുതപ്പെടുന്നത്. ഏതായാലും ഒരു കാരണവശാലും ഈ മഴ ചടങ്ങിൻ്റെ മാറ്റിനെ ഒരു കാരണവശാലും ബാധിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. മോത്തി ബാലഗോപാൽ, സാധാരണ നമുക്ക് അതിഥികളായി പലരും എത്താറുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ നമ്മൾ വിശിഷ്ട അതിഥികളായി ക്ഷണിക്കാറുണ്ട്. ഇത്തവണ ആരാണ് വിശിഷ്ട അതിഥി? ആരൊക്കെയാണ് അതിഥികൾ? മോദി ഇത്തവണ ഈ സാധാരണഗതിയിൽ ഈ റിപ്പബ്ലിക് ഡേ പരേഡിനാണ് അത്തരത്തിൽ വിശിഷ്ട അതിഥികൾ, അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്ര തലവനും മറ്റും വിശിഷ്ട അതിഥിയായി എത്തുന്നത്. ഇത്തവണ ഈ ചടങ്ങിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്ര തലവനെ വിശിഷ്ട അതിഥിയായി അല്ലെങ്കിൽ ക്ഷണിക്കാറില്ല. പക്ഷേ ഈ ഡൽഹിയിലുള്ള വിവിധ എംബസികളിലേക്ക് നയതന്ത്ര ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മറ്റു flowers and prayers of reverence and gratitude, to find the path, to lead with foresight, to keep the faith and walk in spite, to hold your ground when no hope is found. That's the flame that spreads the light. Bapu's legacy lives strong. The Prime Minister will now move towards Red Fort for the flag hoisting and address to the nation. राष्ट्र का बापू को नमन और समस्त राष्ट्र की ओर से बापू को श्रद्धा सुमन अर्पित करने के बाद माननीय प्रधानमंत्री अब लाल किले की ओर प्रस्थान कर रहे हैं. जो दर्शक दिल्ली के भूगोल से परिचित नहीं हैं उनके लिए बता दें कि ये दोनों ही स्थान यमुना के किनारे एक दूसरे के निकट हैं. कुछ ही देर में माननीय प्रधानमंत्री का लाल किले पर आगमन होगा. ബാലഗോപാൽ, തുടരൂ. അവിടെ ഇന്ന് ഒളിമ്പിക് താരങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നതും ഇത്തവണത്തെ ഒരു പ്രത്യേകതയല്ലേ? क्रांतिकारियों का था देश की आजादी के लिए
और एक संकल्प लिया गया देशवासियों द्वारा। തീർച്ചയായും അതും ഒരു പ്രത്യേകതയാണ്. ഒളിമ്പിക് പങ്കെടുത്ത താരങ്ങൾക്ക് പ്രത്യേക ക്ഷണമുണ്ട്. അവർ നിരവധി താരങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേരുന്നതായിരിക്കും. അദ്ദേഹം രാജ്ഘട്ടിൽ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന അർപ്പിച്ച് അവിടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെങ്കോട്ടയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതായിരിക്കും. പ്രധാനമന്ത്രിയെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത്, അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ എന്നിവർ ചേർന്ന് സ്വീകരിക്കുന്നതായിരിക്കും. അതോടുകൂടിയാണ്, അതായത് അതിനുശേഷം പ്രധാനമന്ത്രി 3 സേനാ വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ഡൽഹി പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആ ചടങ്ങോടുകൂടിയാണ് ഈ 78ാം സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികൾക്കുണ്ട് ഔദ്യോഗികമായ അല്ലെങ്കിൽ ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നത്. എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുടെ വിദേശ നയതന്ത്ര പ്രതിനിധികൾ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, സുപ്രീം കോടതിയിലെ തന്നെ മറ്റ് ജഡ്ജിമാർ, വിവിധ സേനാ വിഭാഗങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ പുറമെയാണ് 6000-ഓളം പ്രത്യേക അതിഥികൾ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള 6000-ഓളം പ്രത്യേക അതിഥികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 പേരാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. അവരും ഇതിനോടകം തന്നെ ഡൽഹി ഈ ചടങ്ങ് നടക്കുന്ന ഈ ചെങ്കോട്ടയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ചെങ്കോട്ടയിൽ എത്തിച്ചേരുന്നതായിരിക്കും. നിറഞ്ഞ സദസ്സ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികളെ കാണുന്നുണ്ട്. ഒക്കെ കാണുമ്പോൾ ഈ 78ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഒരു സന്തോഷവും നിറവും മനസ്സിലാകുന്നുണ്ട്. ബാലഗോപാൽ, തീർച്ചയായും വലിയ ഒരു സന്തോഷം, അതായത് വലിയൊരു സന്തോഷം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഡൽഹിയിലും അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷ ചടങ്ങുകൾ നടക്കുന്ന രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ നിലനിൽക്കുന്നത്. ചെങ്കോട്ടയിലെ ഈ ചടങ്ങ് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം ഉളവാക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെയാണ് ഇത്തവണയും ഈ ചടങ്ങ് നടക്കുന്നത്. ഇത്തവണ പ്രത്യേക, അതായത് 2047 വികസിത ഭാരതം എന്ന ഒരു ടീമാണ് ഈ ചടങ്ങിനായി, അതായത് സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾക്കായി പരിപാടികൾക്കായി നൽകിയിട്ടുള്ളത്. അതിൽ ഊന്നി നിന്നുകൊണ്ടുള്ളൊരു പ്രസംഗമായിരിക്കും ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുക എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തുടർച്ചയായി 11ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ഈ ത്രിവർണ്ണ പതാക ഉയർത്തിയതിനു ശേഷം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ പ്രസംഗം, ചെങ്കോട്ടയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രസംഗം എന്ന പ്രത്യേകതയും ഇത്തവണത്തെ പ്രസംഗത്തിനുണ്ട്. Forming the logo of My Bharat, NCC cadets. The NCC, a pillar of discipline and national pride. Cadets undergo rigorous training and inculcate the values of leadership, integrity and responsibility. And of course also the NSS volunteers, known for their selfless service to society, has long been a force for social change. My Bharat, our specially positioned cameras bringing you these beautiful visuals. In fact, the humidity in the air providing for perfect visuals. ഇന്ന് രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്ത് ഗംഭീരമായ ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. വിവിധ വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങാണ്. നിരവധി സ്കൂളുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ഉള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം വിവിധ പരിപാടികളും ചടങ്ങിൽ നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഈ ആഘോഷ പരിപാടികൾ പതാക ഉയർത്തലോടുകൂടി ആരംഭിക്കും. गण्यमान्य व्यक्ति, प्रतीक्षा है कुछ ही देर में आगमन होगा देश के माननीय प्रधानमंत्री का। समस्त राष्ट्र की ओर से बापू को श्रद्धा सुमन अर्पित करने के बाद माननीय प्रधानमंत्री
अब लाल किले की ओर സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം ചടങ്ങിനായി കാത്തിരിക്കുന്ന വ്യക്തികളെയും നമുക്ക് ഒരു വിൻഡോയിൽ കാണാം. വിവിധങ്ങളായ പരിപാടികളോടുകൂടിയാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. संघर्ष से संकल्प कब हारा है. വികസിത ഭാരതം എന്ന ആശയത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ആഘോഷമാണ് ഈ വർഷം നടക്കുന്നത്. സ്ത്രീകൾക്ക് കൂടുതൽ തുല്യത ലഭിക്കുക, എല്ലാ മേഖലകളിലും വികസനമുണ്ടാവുക, സാമൂഹ്യ നീതി പുലർത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, അതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിന സന്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത്. 2047 വികസിത ഭാരതം എന്ന പ്രമേയത്തിൽ അടിസ്ഥാനമാക്കിയുള്ള സ്വാതന്ത്ര്യദിന ആഘോഷമാണ് ഇന്ന് തലസ്ഥാനത്ത്, രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. 77 വർഷങ്ങൾക്ക് മുൻപ് उद्घोष है इस बात का कि आगमन हो रहा है प्रधानमंत्री का. इस पल की और इसी दृश्य की हम प्रतीक्षा कर रहे थे. लाल किले के लाहौरी गेट पर प्रधानमंत्री की अगवानी के लिए तैयार देश के रक्षा मंत्री राजनाथ सिंह, रक्षा राज्य मंत्री संजय सेठ, रक्षा सचिव और जीओसी दिल्ली एरिया लेफ्टिनेंट जनरल भवनीश कुमार. भव्यता बढ़ती हुई आगमन हो रहा है दुनिया के सबसे बड़े लोकतंत्र के प्रधानमंत्री श्री नरेंद्र मोदी का.